ആഗ്രഹം അങ്ങ് നാലായി മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി. മിസ്റ്റർ മോദി, ഇത് ഇന്ത്യയാണ്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യ പുലരി സമ്മാനിച്ച മഹാത്മാക്കളുടെ മേൽ അതേ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി അടിയറവ് പറഞ്ഞ ഭീരുക്കളെ പ്രതിഷ്ഠിക്കാനുള്ള ആ പൂതി അങ്ങ് കളഞ്ഞേക്ക്. ഞങ്ങളൊന്നും ചരിത്രം അറിയാത്തവരല്ല. ഇന്ത്യക്കാരെ വഞ്ചിച്ച സവർക്കർ ഗാന്ധിയേക്കാൾ വലിയവനാണെന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ ഇങ്ങ് വരണ്ട. നെഹ്റു ഇല്ല, സവർക്കർ ഗാന്ധിക്കും മുകളിൽ. RSSന്റെ ചിന്തകളും പ്രവർത്തനങ്ങളും മാരകമാവുകയാണ്. മഹാത്മാഗാന്ധിക്ക് മുകളിൽ സവർക്കറുടെ ചിത്രവുമായി പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ വന്നിരിക്കുന്നു. സവർക്കർ, ഗാന്ധിജി, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ് എന്നിവരുടെ ചിത്രങ്ങളാണ് പോസ്റ്ററിലുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ നമുക്ക് ഓർമ്മിക്കാം, ഐക്യത്തിലൂടെയും സഹാനുഭൂതിയിലൂടെയും പ്രവർത്തികളിലൂടെയും നാം പരിപോഷിപ്പിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം അഭിവൃദ്ധി പ്രാപിക്കുന്നതെന്നാണ് ചിത്രം പങ്കുവച്ച് മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ എഴുതിയിരിക്കുന്നത്. ഹർദീപ് സിംഗ് പുരിയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി. സുരേഷ് ഗോപിയാണല്ലോ സഹമന്ത്രി. സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്ക് നിരവധി തവണ മാപ്പെഴുതി ജയിൽ മോചിതനായ സവർക്കറെ സ്വാതന്ത്ര്യ സമര സേനാനിയായി ചിത്രീകരിക്കുവാനുള്ള സംഘപരിവാറിന്റെയും RSSന്റെയും ശ്രമങ്ങളുടെ തുടർച്ചയ്ക്ക് തന്നെയാണ് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലും രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. സവർക്കർ ആരായിരുന്നെന്ന് അറിയില്ലെന്നുണ്ടോ? ബ്രിട്ടീഷുകാരുടെ പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന രാജ്യദ്രോഹി തന്നെയായിരുന്നു സവർക്കർ. ഗാന്ധി വധക്കേസിന്റെ വിചാരണയിൽ സാങ്കേതിക പിഴവിനാൽ മാത്രം രക്ഷപ്പെട്ട ഹിന്ദു തീവ്രവാദിയും. എന്നിട്ടും സ്വാതന്ത്ര്യദിനത്തിൽ സവർക്കറെ ഗാന്ധിയേക്കാൾ വലിയവനായി ചിത്രീകരിക്കുന്നതിൽ പരം അധിക്ഷേപം സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് നൽകാനുണ്ടോ? സ്വാതന്ത്ര്യദിനത്തിൽ വലിയൊരു നാണക്കേട് തന്നെയാണ് വരുത്തിവെച്ചിരിക്കുന്നത്. പെട്രോളിയം മന്ത്രാലയത്തിന്റെ ട്വിറ്റർ പേജിൽ പങ്കുവച്ചിരിക്കുന്ന ചിത്രത്തിന് വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ മറുപടി പറഞ്ഞേ തീരൂ. നിങ്ങൾ എത്ര തന്നെ തിരികെ കയറ്റി പ്രതിഷ്ഠ നടത്താൻ നോക്കിയാലും ചരിത്രം ഇവിടെ ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇനി വരുന്ന തലമുറകളും സത്യം ചെയ്യുക തന്നെ ചെയ്യും. മോദി ഇനി ഏത് ചെങ്കോട്ടയിൽ കയറി നിന്ന് ഒരു 100 ആവർത്തി RSS എന്ന് വിളിച്ചു കൂവിയാലും ഇവിടെ പ്രതിരോധം തീർക്കുന്ന ഒരു ജനതയുണ്ട്. ഇത്തരം പ്രാകൃത പ്രവർത്തനങ്ങൾക്കെതിരെ അവരുടെ ശബ്ദം എന്നും ഉയരുക തന്നെ ചെയ്യും.